എടാ മോനെ, ഇത് കണ്ടുക്കാ, ഇത് കണ്ടുക്കാ. പോന്നോടെ ഇറച്ചി പൂളി അവിടുന്ന് ഭാര്യനും കിട്ടൂല. ഇങ്ങോട്ട് വാ, അനെ മുണുങ്ങട്ടെ ഞാൻ. ഇങ്ങോട്ട് വാ. ഇറച്ചി ചിക്കനാട്ടെ കേസ്. അതൊക്കെ ചെറുനാരങ്ങയും ഈ നോമ്പ് പറഞ്ഞ സമയത്ത്, അല്ല നോമ്പ് പിറക്കണ സമയത്ത്. എങ്കിലും നമുക്ക് പോരാട്ടം തുടങ്ങിയാലോ? അപ്പൊ ഞങ്ങളെ മത്സരം തുടങ്ങാൻ പോവാണ്. അപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3. പിന്നെ കേസ് ഇന്ന് പൊരിക്കടി ഒന്നും ഇല്ല. പൊരിക്കടി വലിയ കുണമില്ല എന്നുള്ള കേട്ടത്. മൊത്തത്തില് നമ്മൾ നോമ്പ് പറ്റി കുഴങ്ങി ക്ഷീണിച്ച് ഈ കാല് വയറ്റിലൊന്നും കണ്ട് പൊരിക്കടി വല്ലാതെ കഴിക്കണ്ട്. തടിക്ക് വല്ലൊരു സുഖമുള്ള പരിപാടി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. പൊരിക്കടി നിങ്ങൾക്ക് ഇടയ്ക്ക് എപ്പോഴും കൂട്ടിയാൽ മതി. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്നാവാം. സ്ഥിരമായിട്ട് പൊരിക്കടി ആരും കൂട്ടരുത്. പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആരും പൊരിക്കടി കൺട്രോളിൽ. ഈ വത്തക്ക കഴിച്ചോളി. വത്തക്കന്റെ കംപ്ലൈന്റ് പറയാനായിട്ടില്ല. ഒരു 5-6 നോമ്പ്, ഒരു 8-10 നോമ്പ് കൂടിയൊക്കെ കഴിഞ്ഞാൽ വത്തക്കും കംപ്ലൈന്റ് ആവും. അപ്പൊ മരുന്നടിച്ചതൊക്കെ അപ്പോഴേക്കാരെ ബോധാല് ഏകദേശം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൽ കളർ അടിച്ചതാണ്, ഇത് മറ്റേതാണ് മറ്റേതാണ് എന്ന് കണ്ട് പിന്നെ അതും ബ്ലോക്ക് ആവും. അപ്പൊ വേഗം വത്തക്കൊക്കെ വേഗം കഴിച്ചോളൂ ഇട്ടാ. ഇപ്പൊ പൊരിക്കടി ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ വത്തക്ക സ്റ്റോപ്പ് ആകുമ്പോഴത്തിന് എത്രയും പെട്ടെന്ന് പരിപാടി വെച്ചോളൂ. കറി എന്താ ഉണ്ടാക്കിയിട്ടുണ്ട്? ഈ പുളിക്ക്, ഇറച്ചി പുളിക്ക് കറി ഉണ്ടല്ലോ അല്ലെ? എന്താ കറി? ഇറച്ചിക്കറി തന്നെയല്ലേ? അതും ഇറച്ചിയാണ്. അല്ലാതെ ദോശക്കാട്ടെ കേസ്, ദോശക്കാണ്. ഞാൻ വെറുതെ കച്ചറ വിടില്ല നിങ്ങള്. ദോശക്കാണ്. അത് ഇനി പ്രശ്നം ഉണ്ടാക്കല്ല, അതിനും വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കുക. അത് ദോശക്കാണ്, അത് ഇറച്ചിക്കല്ല. ഓക്കെ, കറിയുടെ ഇതല്ലേ കറി. അപ്പൊ കേസ് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി. ഇന്ന് എന്താ ഉണ്ടാക്കി? പൂളയാണോ, പത്തിരിയാണോ, ചപ്പാത്തിയാണോ, പൊറോട്ടയാണോ, നൂൽപുട്ടാണോ, പൂളയാണോ? അപ്പൊ പാഠം 2 ദോശ. ചേട്ടാ കേസ്. അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കി? ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിക്കുന്നേ. കമന്റിൽ വരി എന്തൊക്കെയാ ഉണ്ടാക്കിയെന്ന് കേൾക്കട്ടെ.